നിങ്ങൾ ഇന്ന് പറയണ കുറേ പ്രശ്നങ്ങളില്ലേ, ഞാനും നിങ്ങളും പറയുന്ന ജീവിത പ്രശ്നങ്ങൾ, ഈ ജീവിത പ്രശ്നങ്ങളൊക്കെ അതിനെ ഡയറക്റ്റ് നമ്മൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ വീട്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങളുടെ വീട്, ജോലി, വിവാഹം, രോഗം, കടങ്ങൾ, ജപ്തി, വഴിയില്ല, വിവാഹം നടക്കണില്ല, നിങ്ങൾ ആ സബ്ജക്റ്റിനെ ഡയറക്റ്റ് ആക്രമിക്കാൻ പോയാൽ കുറേ സമയമെടുക്കും. സമയം കുറയ്ക്കാനുള്ള പരിപാടി പറയുകയാണ്. സമയം കുറയ്ക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നല്ലവണ്ണം ഈസിയായിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും? ഈശോ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ ഈശോയുടെ മനസ്സിലാക്കണം. ആ വചനം എത്രയായിരുന്നു പറഞ്ഞോളൂ? ലുക്ക 12:33. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഈശോയെ മനസ്സിലാക്കാതെ നമുക്ക് ജീവിതം മനസ്സിലാകത്തില്ല. കാര്യം ഈശോ സ്വർഗത്തിന് വേണ്ടി ഏതറ്റം വരെയും പോയ ആളാണ്. പനി പിടിച്ച് മരിച്ച ആളല്ല, അറിയാമല്ല. കോവിഡ് വന്ന് മരിച്ചതുമില്ല. കുരിശിൽ കിടന്ന് മരിച്ചതിൻ്റെ പിന്നിൽ ഒറ്റ സത്യം മാത്രമേ ഉള്ളൂ: ദൈവിക ജീവൻ നഷ്ടപ്പെട്ടത് പുനരുദ്ധരിക്കണം, നിത്യത വരെ നമ്മളെ എത്തിക്കണം. അപ്പോൾ ഈശോയുടെ ഒരു അങ്ങനെ ഉള്ള ഈശോയാണ് നമ്മൾ ശ്രദ്ധിക്കുക. ലൂക്ക 12:31 മുതലുള്ള തിരുവചനങ്ങൾ: നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ കരുതി വെക്കുവിൻ. അപ്പൊ ഈശോയുടെ മനസ്സ് മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് എന്നിട്ട് ഈശോ അതൊക്കെ പറഞ്ഞെന്താ പറഞ്ഞ? സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കുവിൻ. അപ്പോഴ് ആ വചനം കൂടി ലിങ്ക് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഈശോയുടെ മനസ്സെങ്ങനെ റീഡ് ചെയ്യണത്? നമ്മളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്? സ്വർഗത്തിൽ. അതാണ് സംഭവം. നമ്മളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കും. ഇപ്പോൾ എന്ത് വർക്കൗട്ട് ചെയ്താലും നമ്മൾ ഫെഡറൽ ബാങ്കിലെ കൊണ്ട് പൈസ ഇടണ പോലെ ഇടാമെന്ന് വിചാരിക്കുകയല്ല. എന്ത് വിഷയം ചെയ്താലും സ്വർഗത്തിൽ ദ കണ്ടന്റ് ഓഫ് ഹെവൻ അതിലുണ്ടാകണം. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിച്ച് പിരിയാൻ പോകണം വിചാരിച്ചോ? നിങ്ങൾ കേസ് ജയിച്ച് 2 കൊച്ചിനെ നിങ്ങൾക്ക് കിട്ടി, ഞാൻ പറയും നിങ്ങൾ തോറ്റെന്ന് പറയും. എന്താ? സ്വർഗം പോയില്ല, കൊച്ചിനെ കിട്ടിയുള്ളൂ. ആ കൊച്ചു നാളെ വല്ല കഞ്ചാവല്ലോ കടിക്കണമെങ്കിൽ ഇപ്പം തന്നെ കുഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ, വാപ്പാനെ തല്ലിക്കൊല്ലോ എന്ന് പറഞ്ഞില്ലേ? അമ്മയെ കൊന്ന കുഞ്ഞ് പറഞ്ഞത് വാപ്പാനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞു. മക്കൾ ഇപ്പം നിങ്ങൾ മക്കളെ കിട്ടിയെന്ന് പറഞ്ഞാലും നാളെ കാര്യങ്ങൾ നിങ്ങളെ തല്ലിക്കൊല്ലാൻ പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അറിയാമല്ലേ? നിങ്ങളെ കേട്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ ചരിത്രം? ഞാൻ പേര് നിങ്ങൾ അധികം പറയേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളിപ്പോൾ ഭർത്താവുമായിട്ട് ഇടിവെച്ച് നിങ്ങൾ ജയിച്ചു. നിങ്ങളുടെ വക്കീൽ കേമനായിരുന്നു. അയാൾ ഉള്ളതും ഇല്ലാത്തതൊക്കെ എഴുതി ചേർത്ത് നിങ്ങൾ അവിടെ സ്വർണം നേരത്തെ നിങ്ങൾക്കറിയാവില്ല, ഏത് വക്കീലിനും അറിയാം, ഏത് കോടതിക്കും അറിയാം, പിരിയണമെന്ന് പറഞ്ഞ പെണ്ണ് ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടിൽ പൊന്നു വെക്കത്തില്ല. അവളുടെ അപ്പനും അമ്മയും ഒന്നും വെപ്പിക്കത്തില്ല. ആദ്യത്തെ പുതുക്കത്തിന് തന്നെ അഴിച്ചെല്ലാം അലമാരി ആക്കും. അത് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കണം. ഇത് ട്രാപ്പാണ് ഈ വരാൻ പോകുന്നത്, അടുത്ത പരിപാടി ട്രാപ്പാണെന്ന്. പക്ഷേ കേസ് വരുമ്പോൾ എന്താ പറയണത്? എൻ്റെ പൊന്നെ, എൻ്റെ 28 പവൻ പൈസ എല്ലാം അവിടെ ലോക്കറിൽ ഇരിക്കണം, അവിടെ അലമാരി ഇരിക്കണം കേസ്. അപ്പം നമ്മൾ വക്കീലിനോട് പറയാം, വക്കീലെ അങ്ങനെയൊന്നുമില്ല, കാശൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ പറയും നിങ്ങൾക്ക് കേസ് ജയിക്കണ കാശ് വേണമെന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ ഒപ്പിട്ട് കൊടുക്കും. തീർന്നില്ലേ? കണ്ടന്റ് ഓഫ് ഹെവൻ പോയി. ഭയങ്കര ഉടമ്പടിക്കാരത്തിയാണ്, പക്ഷേ വക്കീലിൻ്റെ കക്ഷത്താണ് നിങ്ങളുടെ ആത്മാവ് ഇരിക്കണത്. ശരീരം മാത്രമല്ലേ, ആത്മാവ് ഉൾപ്പെടാം. ശരീരം മാത്രമല്ല, ശരീരമായിട്ട് ആരും കക്ഷത, ആത്മാവ്. അതുകൊണ്ട് ഈശോ പറയുമ്പോൾ പറയും ഒരു കണ്ടന്റ് ഓഫ് ഹെവൻ. നിങ്ങൾ എവിടെ ജയിച്ചാലും
എത്ര കാലത്തേക്ക് ജയിക്കാൻ പറ്റും? എത്ര കാലത്തേക്ക് ജയിക്കാൻ പറ്റും? ഈ ജീവിക്കണ ഇത്രയും കാലം ജീവിക്കാൻ പറ്റും അല്ലേ? അതായത് വേണ്ട സമയത്ത് നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. സത്യം തള്ളിപ്പറഞ്ഞു, നീതി തള്ളിപ്പറഞ്ഞു, സ്നേഹം തള്ളിപ്പറഞ്ഞു. എല്ലാം നിങ്ങൾ ആർക്ക് വേണ്ടി ചെയ്താണ്? തള്ളമാർ ശ്രദ്ധിക്കണേ. മക്കളുടെ കൂടെ നിന്നുകൊണ്ട് ആൻറ്റിമാരൊക്കെ ചിലപ്പോൾ കേസ് കൊടുക്കാനും ഡൈവേഴ്സിനും അബോർഷനും ഒക്കെ കൂട്ടി നിൽക്കുന്ന, പിമ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ, അവറാച്ച പണി വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒറ്റടക്കി സമയമൊന്നും പോകത്തില്ല. എന്തുകൊണ്ടാണ് അമ്മ ചില സമയത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് മിണ്ടാണ്ടിരുന്നത്? ചില സമയത്ത് ദൈവത്തിന് മുമ്പ് മിണ്ടാണ്ടിരിക്കണതാണ് നല്ലത്. മിണ്ടിപ്പോയ കൗണ്ടാവും. നല്ല ഹെവി ആയിട്ടുള്ള അനീതിയല്ലേ കിട്ടണത്. ചോരക്കുഞ്ഞിനെ കൊണ്ട് പെറ്റ്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ, ചോരക്കുഞ്ഞിനെ കൊണ്ട് പെറ്റ് കിടക്കണ സമയത്ത് തന്നെയാണ് ഇനി വീട്ടിൽ പോകാമല്ലോ, പെറ്റ് കഴിഞ്ഞല്ലോ, ഇനി വീട്ടിൽ പോയി ഇത്തിരി ഭക്ഷണം കഴിച്ച് സമാധാനത്തിൽ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്തൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴല്ലേ ഈജിപ്തിൽ പോകാൻ പറയണത്. ഉറക്കമില്ല, ഈജിപ്തിൽ പോകാൻ പറയണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിച്ചാൽ ദൈവത്തിനെതിരെ സംസാരിക്കത്തുള്ളൂ. ഉറപ്പല്ലേ? അതുകൊണ്ട് അമ്മ ആ രാത്രി ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയണത്. പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കുന്ന കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഈ പരിശുദ്ധാത്മാവ് എപ്പോൾ വിട്ടുപോകുന്നു അവിടെ വെച്ച് ദുരന്തം തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞ കുറേ ആൾക്കാർ ഡൈവേഴ്സ് ചെയ്യണമെന്നൊക്കെയാണ് ഞാൻ പറയണത്. കാര്യം ഇങ്ങനെ ചുമ്മാ ഈ കിരിയും പാമ്പും കൂടി ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താ അങ്ങനെ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് ക്രിസ്തീയ ജീവിതത്തിന് കൊള്ളത്തില്ല. ദാറ്റ് ഈസ് വൈ ഐ എം സെയിങ് ദാറ്റ്. ചില ആൾക്കാർ ഡൈവേഴ്സ് ചെയ്യണം, ചില ആൾക്കാർ വെള്ളം അടിക്കണം, ചില ആൾക്കാർ കഞ്ചാവ് വിൽക്കണം, ചില ആൾക്കാർക്ക് കാര്യം പണത്തോട് ഭയങ്കര ഗ്രീഡിയുള്ള ആൾക്കാർ, ചില ആൾക്കാർ പലിശയായിട്ട് തന്നെ ജീവിച്ച് തീരണം. പലിശ വാങ്ങിച്ച് ആരെ കണ്ടാലും പലിശ കിട്ടുക. അമ്മയ്ക്ക് പോലും മരുന്ന് മേടിക്കാൻ കാശ് കൊടുക്കത്തില്ല. പക്ഷേ അതേസമയം അയൽവാസിക്ക് കാശ് ആവശ്യത്തിന് കൊടുക്കും. എന്താ കാര്യം? അയൽവാസിക്ക് കൊടുത്താൽ പലിശ നമുക്ക് കിട്ടും, അമ്മക്ക് മരുന്ന് മേടിക്കാൻ കൊടുത്താൽ കാശ് കിട്ടത്തില്ല. അപ്പം കുറേ ആൾക്കാർ പലിശയുടെ തന്നെ ജീവിക്കണം. എന്താ കാര്യം? അവർക്ക് ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി പറ്റത്തില്ല. അതാണ് പ്രശ്നം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ജീവിതമല്ലേ. സ്വർഗത്തിന് വേണ്ടി എന്തും ചെലവഴിക്കാൻ വേണ്ടി ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ട് വേണ്ടിയെടുത്ത ജീവിതമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ടെന്ന് പറയും. Take the word of God. ചെറിയ അജഗണമേ ശ്രദ്ധിക്കട്ടെ. 12:32 ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കണ്ട കെട്ടുകാഴ്ച ഒന്നുമില്ല. അജഗണം ചെറുതാണെന്നല്ലേ പറയണം. അജഗണം ചെറുതാണ്. ഇപ്പം കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്വർഗത്തിൻ്റെ, നമ്മൾ തോറ്റാലും ശരി എൻ്റെ കർത്താവ് ജയിക്കണം, അവൻ്റെ വചനം ജയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കേസ് തോറ്റു കൊടുക്കുന്നവരുണ്ട്. ചിലപ്പോൾ കൊച്ചു നഷ്ടപ്പെടും, ചിലപ്പോൾ ഒരു പൊന്ന് നഷ്ടപ്പെടും, കേസ് അവർ തോക്കും. അപ്പോഴൊരു മനസ്സിൽ പരിശുദ്ധാത്മാവ് വരും, കേസ് തോറ്റെന്നേ ഉള്ളൂ, കർത്താവ് നിന്നെ തോറ്റിയിട്ടില്ല, നീ കർത്താവിനെ ജയിപ്പിച്ചുകൊണ്ടാണ് കോടതിയിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കണത്. ഒരിക്കലും നീക്കറിയാവില്ല, ക്രിസ്തുവിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ തോൽപ്പിച്ചുകൊണ്ട് ലോകത്തെ നേടിയെടുത്ത് കഴിഞ്ഞാൽ ആത്യന്തികമായ പരാജയം ആരുടേതായിരിക്കും? നമ്മുടേതായിരിക്കും. പക്ഷേ ഇത് പറഞ്ഞു തരുന്നതിന് ആര് വേണം? സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും ആത്മാവിൽ നിലനിൽക്കുവാനും ചെറിയ അജഗണത്തിന്റെ കൂടെ കൂട്ടപ്പെടുവാനും അമ്മേ പരിശുദ്ധമ്മേ എനിക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധന.